നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരങ്ങൾ ഈ മിഡ് വീക്കിൽ നടന്നല്ലോ. ഒരു പിടി മിന്നും പ്രകടനങ്ങൾ നമ്മൾ കണ്ടു ഈ 4 കളികളിൽ. അപ്പോൾ അതിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് ആരാണ്? പ്ലെയർ ഓഫ് ദി വീക്ക് ആരാണ്? UCL പ്ലെയർ ഓഫ് ദി വീക്ക് ആരാണ്? ഒഫീഷ്യലി ഈ കാര്യം ഇപ്പോൾ യുവേഫ അറിയിച്ചിരിക്കുന്നു. ഇതിനു വേണ്ടി പരിഗണിച്ചിരുന്ന ഡേവിഡ് റയ, ഹുലിൻ ആൽവാരസ്, കിച്ച കഴസ്കേലിയ, മാനുവൽ ന്യൂയർ എന്നിവരെയാണ്. അതായത് അതത് മത്സരങ്ങളിലെ പ്ലെയർ ഓഫ് ദി മാച്ച് നേടിയവരെ അവരിൽ നിന്നാണ് പ്ലെയർ ഓഫ് ദി വീക്ക് പ്രഖ്യാപിക്കാറുള്ളത്. അപ്പോൾ 4-ാം സ്ഥാനത്ത് ഹുലിയൻ അൽവാരസ് മികച്ച പ്രകടനമാണ് FC ബാഴ്സലോണയ്ക്കെതിരെ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി നടത്തിയത്. കിടിലൻ ഫ്രീ ഗോളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പക്ഷെ 4-ാമതാണ് വന്നത്. 3-ാമത് കിച്ച കഴസ്കേലിയ. കരോളാന എന്തൊരു പ്രകടനമാണ് നടത്തിയിരിക്കുന്നത് ലിവർപൂളിനെതിരെ. അവൻ്റെ പ്രകടനം അതൊരു മാസ്മരിക പ്രകടനമാണ്. വേൾഡ് കപ്പിന് അവനെ നമ്മൾ മിസ് ചെയ്യും. ഏതായാലും 3-ാമത് കിച്ച കഴസ്കേലിയ വരുമ്പോൾ 2-ാമത് ഡേവിഡ് റയ ആഴ്സണലിൽ സ്പോർട്ടിങ്ങിനെ പരാജയപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മികവ് വളരെയധികം അവർക്ക് ഗുണം ചെയ്തിരുന്നു. 1-ാമത് മാനുവൽ ന്യൂയർ അങ്ങ് സാന്റിയാഗോ ബെർണാബ്യുവിൽ പോയിട്ട് 40-ാം വയസ്സിൽ മിന്നും പ്രകടനം നടത്തിയിട്ട് 9 സേവുകൾ നടത്തിയിട്ട് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും നേടി പോരണമെങ്കിൽ ന്യൂയോർക്ക് അല്ലാതെ മറ്റാർക്ക് സാധിക്കും? അപ്പോൾ അദ്ദേഹം തന്നെ മികച്ച താരം പ്ലെയർ ഓഫ് ദി വീക്ക് പുരസ്കാരവും അദ്ദേഹത്തിന് യുവേഫ ഒഫീഷ്യൽ കാര്യം അറിയിച്ചിരിക്കുന്നു. മാനുവൽ ന്യൂയർ വിൻസ് പ്ലെയർ ഓഫ് ദി വീക്ക്. അപ്പോൾ കൃത്യമായി ആ റാങ്കിംഗ് ഒന്ന് പറഞ്ഞാൽ 1 മാനുവൽ ന്യൂയർ, 2 ഡേവിഡ് റയ, 3 കിച്ച കഴസ്കേലിയ, 4 ഹുലിയൻ അൽവാരസ്. പക്ഷെ കളി പകുതിയായിട്ടുള്ളേ. 2-ാം പാദം കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.